പെൻഷൻ 6 മാസമാണ് കുടിശ്ശികയുള്ളത്. ഞാനിവിടെ ഈ ലൈവിന് വന്ന സമയത്ത് ലോട്ടറി വിൽക്കുന്ന ഒരു അമ്മൂമ്മയുടെ പെൻഷൻ എന്തായി കിട്ടുന്നുണ്ടോ? പെൻഷൻ കിട്ടുന്നില്ല. 5 മാസത്തെ കുടിശ്ശികയുണ്ട്. തരുമ്പം പോലും 300 കുറച്ചാണ് തരണേ. ഒന്നീ 1200 തരും, അല്ലെങ്കിൽ 1300 തരും. ബാങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ. അത് അതുകൊണ്ടാണ് ബാങ്കിൽ കൊടുത്തിരിക്കുന്നത്. ആ ബാങ്കിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ പറയും, പിന്നെ അടുത്തിൽ വെച്ച് തരും. ഇങ്ങനെയൊക്കെയാണ് ബാങ്കുകാർ പറയുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യണം? ഈ വയസ്സായി ജോലിക്കൊന്നും വയ്യ. ഒരു നേരത്തെ ഭക്ഷണത്തിന് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് രാവിലെ ഇത് ഇറങ്ങണേ. ഞാൻ പറയുന്ന കള്ളമാണെന്ന് മോൻ തോന്നുന്നുണ്ടോ? 71 വയസ്സുള്ള ഒരു അമ്മൂമ്മയാണ് ഞാൻ. അങ്ങനെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അതുകൊണ്ട് വളരെ ഒരു ജോലിക്കും വയ്യ, വളരെ കഷ്ടപ്പാട്. തന്നേ പറ്റൂ, പെൻഷൻ ഇവർ തന്നേ പറ്റൂ. ഇല്ലെങ്കിൽ അവരെ വീട്ടുകൊണ്ടിരിക്കുന്നിടത്ത് ആത്മഹത്യ ചെയ്യാനും ഞാൻ തയ്യാറാണ്. എനിക്ക് വേറെ ഒന്നിനും വയ്യ. എന്നെ പോലെയാണ് ഇത്രയും വയസ്സായ ആളുകൾ. എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് തരാത്തത്? ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന സാധാരണക്കാരുടെ ഒരു പരിച്ഛേദം നമുക്ക് കേരളത്തിൽ പലയിടങ്ങളിൽ 5 മാസത്തെ കുടിശ്ശികയുണ്ട്. തരുമ്പം പോലും 300 കുറച്ചാണ് തരണേ. ഒന്നീ 1200 തരും, അല്ലെങ്കിൽ 1300 തരും. ബാങ്കിൽ ഒരു ലേശം ഉളുപ്പ് സത്യം പറയണ്ടേ ഏഷ്യാനെറ്റെ? പെൻഷൻ തീരെ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു മാസത്തെ പെൻഷൻ കിട്ടിയിട്ട് നിൽക്കുമ്പോഴാണ് കിട്ടിയില്ല എന്ന് പറയുന്നത്. ഇത് സുഖേട്ടൻ, നമ്മുടെ പ്രിയപ്പെട്ട സുഖേട്ടനാണ്, നാട്ടിലുള്ളതാണ്. നമ്മളൊക്കെ എന്താ പറയാ, തൃശ്ശൂർ യൂണിയനിൽ ഉണ്ടായതാണ്. ഇപ്പോൾ റിട്ടയർമെന്റ് ലൈഫാണ്. പെൻഷൻ കിട്ടിയില്ലേ സുഖേട്ട? ഈ മാസത്തെ പെൻഷൻ ഇപ്പോൾ ഈ മാസം വന്നു. ജനുവരി തൊട്ട് കിട്ടിയില്ല അല്ലെ? ജനുവരിയിലാണ്. ഡിസംബറിലേക്ക് മുന്നേ കിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല. പ്രാം ചേട്ടന് ബാങ്കിൽ വന്നിട്ടെന്നാ പറഞ്ഞാലേ? പ്രാം ചേട്ടാ ബാങ്കിൽ വന്നിട്ടുണ്ടെന്നാ കിട്ടിയില്ലേ? നമ്മളെ എനിക്ക് തോന്നുന്നു 6 മാസത്തെ പെൻഡിങ്. അത് ശരിയാണ്, തെറ്റാണ്. നമ്മളിപ്പോ പറയണ്ട, അതിന് ന്യായീകരിക്കാൻ പറയണ്ടത് നമ്മളിപ്പോ പിണറായി വിജയൻ സർക്കാർ 98 മാസത്തിലായിട്ട്, പക്ഷെ 108 മാസം 99 മാസത്തെ പെൻഷൻ കൊടുത്തു ന്യായീകരിക്കുന്നുണ്ട്. എന്നിരുന്നാലും പെൻഷൻ റെഗുലറായിട്ട് കിട്ടിയില്ലെങ്കിൽ വലിയ പ്രശ്നം തന്നെയാണ്. അത് ഒരു പരിധിവരെ എല്ലാവരും ചിന്തിക്കുന്ന പോലെ അത് ഇവരുടെ ഇലക്ട്രൽ ഇതുണ്ടല്ലോ, ഇഷ്യൂ, അത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടല്ലോ. ആ ഒരു പെൻഷൻ കൊടുക്കാത്ത. പക്ഷെ ഇന്നലെ ഏഷ്യാനെറ്റില് ഒരു ചർച്ചയാണ്, കൊടുത്തിട്ടില്ല. അതിന്റെ ടൈമിംഗ് ആണ്. എന്താ വെച്ചാൽ ഇന്നലെ ഒരു ഗഡു പെൻഷൻ കൊടുത്തു. ഈ സൊസൈറ്റിക്കാർ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. കുറെ സൊസൈറ്റീസിലൊക്കെ ത്രൂ സൊസൈറ്റീസ് വരുന്നവർക്ക് കൈ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ബാങ്കില് അവര് ചെക്ക് ചെയ്തിട്ടൊക്കെ വേണം, അപ്പൊ അതിന്റെ അറിയില്ല. പക്ഷെ കിട്ടി, ഒരുപാട് പേർക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ടൈമിംഗ് ആണ് അതിന്റെ. ഞാൻ നോക്കുമ്പോ ഇവര് ഈ സാധനം കൊടുത്തിട്ടുള്ള ഒരു ദിവസം തന്നെ ഇവർ ചർച്ച കൊണ്ടിരുന്നു ഭയങ്കര, അതായത് രൂക്ഷമായിട്ട് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള. സുരേഷ് കുമാർ പരിഹാസം ചേർത്ത് വെച്ച് എല്ലാവിധ അധിക്ഷേപങ്ങളുടെ പരിഹാസങ്ങളുടെ എല്ലാ ഇതും കൂട്ടി വെച്ചിട്ട് ഒരു അമ്മേനെ കൊണ്ടുവന്ന് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പെൻഷൻ കിട്ടിയോ? അപ്പൊ അവര് പറയുന്നുണ്ട് അവർ ബാങ്കിലാണ് അവരുടെ പെൻഷൻ. എനിക്ക് കിട്ടിയിട്ടില്ല, എനിക്ക് കിട്ടണം മകനെ. 70 വയസ്സായി, ജീവിക്കാൻ നിവൃത്തിയില്ല, സത്യമാണ്. പക്ഷെ അവർ പറയുന്നതിൽ മറ്റൊരു കാര്യമുണ്ട്. ആ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്കുള്ള പെൻഷൻ മുഴുവൻ തുകയും കിട്ടുന്നില്ല. അതെന്താണെന്ന് PG സുരേഷ് കുമാർ പറഞ്ഞില്ല. കാരണം 1064 ലക്ഷം പെൻഷൻ നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. അതിലൊരു ഭാഗം 10%, 6 ലക്ഷത്തിൽ പരാണ് ആ പോർഷൻ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് വല്ലപ്പോഴും ഇപ്പൊ അങ്ങനെയല്ല. അവര് തന്നെ പറഞ്ഞു ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ ആണ്, ഞങ്ങൾ അത് കൊടുത്തോളാം, ഞങ്ങളുടെ പോർഷൻ 300 രൂപ 200 രൂപ ആർക്കെങ്കിലും കിട്ടിയോ എന്നുള്ള ഇന്ന് വരെ ആർക്കെങ്കിലും കിട്ടിയോ എന്ന് ഏഷ്യാനെറ്റ് അന്വേഷിച്ചില്ല. സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന 4.7 ലക്ഷം പേർക്ക് ഇത്തവണ പെൻഷനിൽ 200 മുതൽ 500 രൂപ വരെ കുറവുണ്ടായി. കിട്ടാതെ പോയ തുക കേന്ദ്ര സർക്കാർ വിഹിതമാണെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. സംസ്ഥാന സർക്കാർ വഴി നൽകാതെ നേരിട്ട് ഗുണഭോക്താവിന്റെ അക്കൗണ്ടിലേക്ക് ഇടാൻ തീരുമാനിച്ചതോടെയാണ് സാങ്കേതിക പ്രശ്നമുണ്ടായത്. ഈ കേന്ദ്ര സർക്കാർ നൽകും കൈകളിലേക്ക് എന്ന് പറയുന്ന പോർഷൻ നൽകിയിട്ടില്ല. എന്തുകൊണ്ട് അത് അവർ ചോദിച്ചില്ല? പെൻഷൻ ചോദിക്കേണ്ടുന്ന ആ പരിഹാസവും ആക്ഷേപമൊക്കെ ചേർത്ത് വെച്ച് പറയേണ്ടുന്ന പോലെ ഗ്യാസ് സബ്സിഡി നിർത്തിയോ എന്നുള്ളത് പറയേണ്ട ഏഷ്യാനെറ്റ് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? സാർ പറയൂ. പറഞ്ഞ മാധ്യമ തൊഴിലാളികളെ അത് പുതിയ കാലത്ത് നമ്മളോട് ആരാണ് അവർ, എനിക്ക് തോന്നുന്നു മറ്റേ ചേന്നമംഗലത്തുള്ള ആ ഒരു സുഹൃത്താണ് നമ്മുടെ അടുത്ത് പറഞ്ഞതെന്ന് തോന്നുന്നു.
മാപ്ര എന്ന് വിളിക്കുമ്പോൾ മാധ്യമ പ്രവർത്തകർ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോമാണ്. തൊഴിലാളി ഒരു നല്ല വാക്കാണ്, പക്ഷേ തൊഴിലാളി എന്ന് പറഞ്ഞാൽ മുതലാളി പറഞ്ഞത് അനുസരിക്കുക എന്നുള്ളതാണ്. ഞാനും ഒരു തൊഴിലാളിയായിരുന്നു. പക്ഷേ മാധ്യമ പ്രവർത്തകൻ എന്ന് പറയുമ്പോൾ അവന് സ്വാതന്ത്ര്യമുണ്ട്, പ്രവർത്തന സ്വാതന്ത്ര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. സാർ ഒരു തൊഴിലാളിയാകുമ്പോൾ അതില്ല. അതെ, ഒരിക്കലും ഒരു മാധ്യമ പ്രവർത്തകനല്ല പുതിയ കാലത്ത്, മാധ്യമ തൊഴിലാളി തന്നെയാണ്. അതുകൊണ്ടാണ് അവർ പറയാത്തത്. അതെ, ഗ്യാസ് സബ്സിഡി എന്തുകൊണ്ട് എന്നു മുതൽ കിട്ടിയില്ല? ഏഷ്യാനെറ്റ് ഒരു അന്വേഷണം നടത്തൂ. പരിഹാസവും പുച്ഛവും ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ചേർത്ത് പറയൂ നിങ്ങൾ. ഒരു ചോദ്യമാണ്. പോട്ടെ സാർ, നമ്മൾ തൃശ്ശൂരാണ് നിൽക്കുന്നത്. ഭാരത് റൈസ് എവിടെ? ഭാരത് റൈസ് ഇവർക്ക് ഇപ്പൊ വൈരാഗ്യം തോന്നാനുള്ള കാരണം എന്ന് പറയും, സപ്ലൈകോല് സാധനങ്ങൾ വന്നു, അത് റിപ്പോർട്ടർ TV പോലുള്ള ചാനലുകൾ റിപ്പോർട്ട് ചെയ്തു. കാരണം വിഷമം കൊണ്ടായാലും അവർ റിപ്പോർട്ട് ചെയ്തു, ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്തില്ല. നമ്മ മുതലാളി നല്ല മുതലാളി, അതിന്റെ ഒരു അതാ പറയണേ. അപ്പോൾ ഞങ്ങൾ ഇത്ര നാളത്തെ പെൻഷൻ കൊടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം 2016 മുതൽ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി കൊണ്ടുവന്ന കിഫ്ബി പോലുള്ള പരിപാടികളും പെൻഷൻ ഫണ്ട് പോലുള്ള പരിപാടികളെയും പൂർണ്ണമായിട്ട് ബ്ലോക്ക് ചെയ്ത് അതിനെ എല്ലാ നിലയ്ക്കും അവസാനിപ്പിച്ച് ആ കടം മുഴുവൻ കേരളത്തിന്റെ മൊത്തം ബഡ്ജറ്റ് കടത്തിന്റെ ഉള്ളിലാക്കി മാറ്റി കേരളത്തിനെ മുന്നോട്ട് നയിക്കാൻ പറ്റാതെ 3% കടമെടുപ്പിന്റെ പരിധി 2.5% വെട്ടിക്കുറച്ച് കേരളത്തിൽ നിന്ന് ₹1 കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിന് 25 പൈസ മാത്രം കേരളത്തിന് 75 പൈസ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന രീതിയിൽ സാമ്പത്തിക അവസ്ഥനെ വെട്ടിമുറിച്ച് നശിപ്പിച്ച് മാറ്റി കഴിഞ്ഞിട്ടാണ് ഇവർ ഈ സംസാരിക്കുന്നത്. ഇതൊക്കെ ആർക്കറിയാം? സാധാരണ ജനങ്ങൾക്ക് അറിയില്ലായിരിക്കാം, മാധ്യമപ്രവർത്തകർക്ക് അറിയില്ലേ? അപ്പോ PG സുരേഷ് കുമാർ, സിന്ധു സൂര്യകുമാർ, നിങ്ങൾ എന്ത് പറഞ്ഞാലും പരിഹാസത്തിന്റെ അബ്ജോദ് വർഗീസ്, പിന്നെ ബിനു വിജോണിനെ കുറിച്ച് നമ്മൾ പറയുന്നില്ല. എല്ലാ മാധ്യമ തൊഴിലാളികൾക്കും നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ഇന്നൊക്കെ ഓരോരുത്തർക്കുള്ള പെൻഷൻ 64 ലക്ഷം ആളുകൾക്ക് കിട്ടി എന്നുള്ള സന്തോഷകരമായ വാർത്ത പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ആ ചേച്ചിക്കുള്ള, നിങ്ങൾ പറഞ്ഞ ആ ചേച്ചിക്കുള്ള ബാക്കി പെൻഷൻ തുക എപ്പോൾ കിട്ടുമെന്നുള്ളത് കേന്ദ്ര സർക്കാരിനോട് അന്വേഷിച്ച് നമ്മ മുതലാളി അവിടെ ഒന്ന് പറയട്ടെ. അതൊരു നല്ല കാര്യമല്ലേ? സാധാരണ ജനങ്ങളാണ്, നിങ്ങളോടും പറയേണ്ടതുണ്ട്. മാധ്യമ തൊഴിലാളികൾ ശ്രദ്ധിക്കുക, തിരിച്ചുള്ള പറച്ചിലുകൾ ഉണ്ടാവും, കേൾക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ കേൾക്കുക. ഇന്നിപ്പോൾ ഒരു പുതിയ വാർത്തയുള്ള എന്താണെന്ന് വെച്ചാൽ AKG സെന്റർ ആക്രമണത്തിൽ ഉള്ള മെയിനായിട്ടുള്ള ഒരു പ്രതിനെ പിടിച്ചു എന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട്. സാധാരണ ജനങ്ങളായ ഞാൻ ബിജു പവിത്ര, മദൻ ഗോപാൽ, നന്ദി, നമസ്കാരം.